മഷ്റൂമും ഗ്രീൻ പീസും കൂടെ നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിതുപോലെ മഷ്റൂം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് മഷ്റൂം, ബട്ടർ മഷ്റൂം കിട്ടും നമുക്കിപ്പോൾ എല്ലാ മോളുകളിലും മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് ഞാൻ കഴുകി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 200 ഗ്രാം ഉണ്ട്. നമുക്ക് അതിനുവേണ്ടി ഗ്രീൻ പീസൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് ഇത് ഉപ്പ് ഇട്ടിട്ട് 1 വിസിലടിച്ച് കുക്കറിലൊന്ന് വേവിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് 1 സ്പൂൺ മുളക് പൊടി വേണം, 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂൺ മഞ്ഞളിടാം. പിന്നെ നമുക്ക് ജീരകം പൊടിയാണ് ഇത്, ജീരകം ചെറിയ സ്പൂണും ജീരകം പൊടിച്ചതിടാം. ഞാൻ ഇഞ്ചിയും പച്ചമുളകും 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമുക്ക് വലിയൊരു സവോളയുണ്ട്, ഇത് ഞാനൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ലതുപോലെ. വലിയ ടൊമാറ്റോയാണ് ഇത്, നമ്മളൊന്ന് അടിച്ചിട്ടെടുക്കുകയാണ്. നമുക്ക് ഗ്രേവി നല്ലപോലെ കിട്ടാൻ വേണ്ടി ടൊമാറ്റോ മിക്സിക്കകത്ത് നല്ലപോലെ അടിച്ച് വെച്ചിരിക്കുന്നത് ഇത്. പിന്നെ മല്ലിയിലയുണ്ട്. ഇത് ഞാനൊരു 2-3 ഏലക്കായി, 1 കഷ്ണം കറുവാപ്പട്ട, 2-1 ഗ്രാമ്പൂ. ഇത് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ആദ്യം മൂപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് പാൻ ചൂടാക്കി ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിരിക്കാൻ നമുക്കിപ്പോൾ ഈ ഏലക്കായും കറുവാപ്പട്ടയും അങ്ങോട്ട് ഇടാം. അതൊന്ന് മൂക്കുമ്പോഴത്തേന് നമുക്ക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്, ഇത് ചതച്ച് വെച്ചത് നമുക്കിടാം. അത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറണം. നമ്മൾ ആ പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പച്ചമുളക് മാറിയില്ലെങ്കിൽ നമുക്ക് കറിക്ക് ഒരു ടേസ്റ്റ് വരികയില്ല. ഈ സമയത്ത് ഞാൻ വലിയ സവോളയാണ്, ഇത് നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ചേർക്കാം. ഇതൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കൊന്ന് ഇളക്കണം. നല്ലതുപോലെ വഴലണം. ഉള്ളി ഇപ്പം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് സ്ലോ ആക്കിയിട്ട് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്, അത് ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ്, നമുക്കതും ചേർക്കാം. എരിവൊക്കെ പിന്നെ ആവശ്യമനുസരിച്ച് ചേർത്തോണം എല്ലാവരും. ഇത് മഞ്ഞൾ പൊടിയാണ്, അതും ചേർക്കാം. മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഇത് തക്കാളി, ഞാൻ വലിയൊരു തക്കാളി മിക്സിയിൽ നല്ലതുപോലെ അരച്ച് വെച്ചിരിക്കുന്നു. ഇത് ഒന്ന് 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി വേവിപ്പിക്കാം. ടൊമാറ്റോ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ജീരകം പൊടി ചെറിയൊരു സ്പൂൺ, നമുക്കത് ചേർക്കാം. ഈ മഷ്റൂമിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ജീരകപ്പൊടി ചേർക്കുകയാണെങ്കിൽ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പം തന്നെ ഈ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാണ് നമ്മൾ ഗ്രീൻ പീസ് വേവിപ്പിച്ചത്, എങ്കിലും ഗ്രേവിക്ക് കുറച്ച് ഉപ്പോട് വേണ്ടി വരും, അതിടാം. നമുക്ക് വേവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മഷ്റൂമും ചേർക്കാം. മഷ്റൂമിനൊന്നും ഒത്തിരി വലുത് പീസായിട്ട് കട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ല നമുക്ക് മസാലയൊക്കെ അകത്ത് പിടിച്ച് നല്ലതുപോലെ ഒന്ന് ഗ്രേവി കുറുകി വരും. ഇതിൻ്റെ കൂടെ കുറച്ചും ഞാനിപ്പം മല്ലിയില കുറച്ച് ചേർക്കുകയാണ്. ഇനി നമ്മളൊരു 8-10 മിനിറ്റ് ഇതൊന്ന് ഒരു ലിഡ് വെച്ച് മൂടി വെക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോയിലൊന്ന് വെച്ചാൽ മതി. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ലിഡ് വെച്ച് ഒരു 5-8 മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമ്മുടെ മഷ്റൂം മസാല റെഡിയാകും. 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മഷ്റൂം വെന്തോന്ന് നോക്കാം. മഷ്റൂമൊക്കെ വെന്ത് നല്ലപോലെ ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകി എണ്ണയൊക്കെ തിളഞ്ഞിരിക്കുവാണ്. അപ്പം ഞാൻ ഈ സമയത്ത് ഒരു 2 സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി. അപ്പം ഞാൻ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു പുളിയും മധുരവും ഒക്കെ കിട്ടുമ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഒരു സെർവിങ് ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ഗ്രീൻ പീസ് മഷ്റൂമും കൂടെയുള്ള കറി നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.